രണ്ട് ബ്ലോഗർമാർ രണ്ട് വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്ത് പുറത്തുവിട്ട ആ വീഡിയോയുമായി കൊണ്ടുണ്ടായ പ്രതികരണങ്ങളിൽ സഖാക്കൾ സ്വീകരിച്ച ഇരട്ടത്താപ്പ് സമീപനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ജുനൈസ് പാണാളി എന്ന ബ്ലോഗർ കൊണ്ടോട്ടിയിൽ കൂടി കടന്നു പോകുന്ന ഹൈവേയിലുണ്ടായ റോഡ് തകർച്ചയെക്കുറിച്ചും അതുവഴി ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ അതിൻ്റെ ദൃശ്യമാവിഷ്കരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് പുറത്തുവിടുകയുണ്ടായി. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള റോഡിൻ്റെ തകർച്ചയെക്കുറിച്ചും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും എനിക്കും തർക്കമില്ല. എന്നാൽ ആ റോഡിൻ്റെ തകർച്ചയിലും അതിൻ്റെ ശോചനീയാവസ്ഥക്കുമൊക്കെ സ്ഥലം MLAയുടെ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിലും അദ്ദേഹത്തെ വിമർശിക്കുന്നതിലും തർക്കമില്ല. അതുപോലെ അതിൻ്റെ പേരിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുന്നണിക്ക് അതിൻ്റെ ചെയർപേഴ്സണൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധക്കുറവോ അവരുടെ ഇടപെടലിലുള്ള പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും അവരെ കുറ്റപ്പെടുത്തുന്നതിലും വിമർശിക്കുന്നതിലും തർക്കമില്ല. അത്തരത്തിൽ നമ്മളുടെ ഭരണാധികാരികളായ ആളുകളെയും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള സാമാജികർക്കെതിരെയുമൊക്കെ കുറ്റപ്പെടുത്താനും അവരെ വിമർശിക്കാനും ഒക്കെയുള്ള അവകാശം ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കുമുണ്ട്. എന്നാൽ ആ ബ്ലോഗർ ആ റോഡിൻ്റെ ശോചനാവസ്ഥയെക്കുറിച്ച് ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ദൃശ്യം ചിത്രീകരിച്ച് പുറത്തുവിട്ട വീഡിയോയിലേക്ക് അയാൾ ചേർത്ത് വച്ചിട്ടുള്ള മസാലകൾ അത് അംഗീകരിക്കാനാവുന്നതല്ല. സ്ഥലം MLA കല്യാണ വീട്ടിൽ പോകുന്നതിനെക്കുറിച്ചും മരിച്ച വീട്ടിൽ പോകുന്നതിനെക്കുറിച്ചും സ്വലാത്ത് മജ്‌ലിസുന്നൂർ എന്നീ ആത്മീയ സദസ്സുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്നതിനെക്കുറിച്ചുമൊക്കെ അതിനെ പരിഹസിക്കുന്ന രീതിയിൽ മോശമായി അവതരിപ്പിക്കുന്നതും, അതുപോലെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണെതിരെ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ്ങിനെക്കുറിച്ചും അവരുടെ മേക്കപ്പിനെക്കുറിച്ചും അവർ കുടുംബ വീട്ടുകളിലേക്ക് പോകുന്നതിനെക്കുറിച്ചും ബന്ധു വീട്ടുകളിൽ പോകുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നതുമെല്ലാം രാഷ്ട്രീയ വിമർശനമല്ല, അല്ലെങ്കിൽ ഭരണ വീഴ്ചകളെക്കുറിച്ച് പറയുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അത് MLAയുടെ പേരിലായാലും ചെയർപേഴ്സൻ്റെ പേരിലായാലും അവരുടെ വ്യക്തിത്വത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അത് അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കലാണ്. അത് കുറ്റകരമാണ്, അത് അംഗീകരിക്കാനാവാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയ ബ്ലോഗർക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളും പുറത്തു വന്നപ്പോൾ സഖാക്കളും ഒരു പുതിയ ഡയലോഗുമായി രംഗത്ത് വരുന്നത് കണ്ടു. വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ചേർത്തു പിടിക്കും എന്ന തരത്തിലാണ് അവർ പലരും ഈ ബ്ലോഗറുടെ ഫോട്ടോയും ചേർത്ത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ രംഗത്ത് വന്നത് കാണാനിടയായത്. എന്നാൽ സ്ഥലം MLAയെയും ചെയർപേഴ്സണെയും ഒക്കെ വ്യക്തി അധിക്ഷേപം നടത്തിയ ഈ ബ്ലോഗർക്കെതിരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ മറ്റോ ആരും തന്നെ ഈ ബ്ലോഗറെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അദ്ദേഹത്തിൻ്റെ ക്യാമറകളോ ഫോണുകളോ ഒക്കെ പിടിച്ചു വാങ്ങുകയോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസകരമായി വരുന്ന തരത്തിലുള്ള ഒരു നടപടികളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. MLAയുടെയും അതുപോലെ തന്നെ ചെയർപേഴ്സൻ്റെയും ഒക്കെ പാർട്ടി പ്രവർത്തകരും മുന്നണിയിലുള്ള പ്രവർത്തകന്മാരുമൊക്കെ വളരെയധികം സംയമനം പാലിച്ച മാതൃക നമ്മൾ ആ വിഷയത്തിൽ കാണുകയാണ്. കേരളത്തിൽ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നുവല്ലോ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം. കെട്ടിട നിർമ്മാണ ഫീസുകളും രജിസ്ട്രേഷൻ ഫീസുമൊക്കെ ആയിട്ട് ഉള്ള സർക്കാരിൻ്റെ വർദ്ധിപ്പിച്ച ഒരു ഫീസ് നിലപാട്, അത് സാമ്പത്തികമായി സാധാരണക്കാരെ വല്ലാതെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും ഒക്കെ ഉയർത്തുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒരു ബ്ലോഗർ വളരെ കൃത്യമായി അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു വിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത്. എന്നാൽ ആ വീഡിയോക്കെതിരെ സഖാക്കൾ അദ്ദേഹത്തിനെ ഏതെല്ലാം രൂപത്തിലാണ് വിമർശിച്ചതും അദ്ദേഹത്തെ ക്രൂശിച്ചതും എന്നുള്ളത് ആ വീഡിയോക്ക് ചുവടെ വന്നിട്ടുള്ള കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതും കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി നടക്കുമ്പോൾ അരീക്കോട് വെച്ച് ആ പരിപാടിയിൽ അദ്ദേഹം ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഒരു പരാതി നൽകാനോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കാനോ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ അവിടെ കൂടിയിരുന്ന സഖാക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? വട്ടമിട്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്യാമറകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണും അടക്കമുള്ള എല്ലാ ഉപകരണങ്ങളും പിടിച്ചു വാങ്ങുകയും അതൊക്കെ നശിപ്പിക്കുകയും അദ്ദേഹത്തെ തന്നെ
കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൈ ഒടിയുകയോ അതുപോലെ മറ്റ് പരിക്കുകളോ ഒക്കെ പറ്റി അദ്ദേഹം ദിവസങ്ങളോളം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ആ വീഡിയോസ്, ആ ഫോട്ടോസുകളും മറ്റുമൊക്കെ നമ്മൾ പുറത്തു വന്നത് കണ്ടതാണ്. ആ ബ്ലോഗറായ അദ്ദേഹം ഈ കെട്ടിട ഫീസും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും മറ്റുമൊക്കെ വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് അത് കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഒരാളെയും, മുഖ്യമന്ത്രിയെയോ സർക്കാരിനെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെയോ ഒന്നും തന്നെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയോ ഒന്നും തന്നെ വിമർശിക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ വ്യക്തിഹത്യ നടത്താനോ ഒന്നും അദ്ദേഹം ആ വീഡിയോ ഉപയോഗിച്ചിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ആ വീഡിയോയിലൂടെ ചെയ്തത്. പക്ഷേ അതുപോലും സഖാക്കൾക്ക് പിടിച്ചില്ല. ചുരുക്കത്തിൽ തങ്ങൾക്കും തങ്ങളുടെ സമീപനങ്ങൾക്കും തങ്ങളുടെ നേതാക്കൾക്കും എതിരെയാണ് കാര്യങ്ങൾ പറയുന്നത് എങ്കിൽ സഖാക്കൾ ചേർത്ത് പിടിക്കുകയല്ല, മറിച്ച് ചവിട്ടി കൂട്ടി അരച്ച് മൂലക്കാക്കും. എന്നാൽ മറ്റാരെക്കുറിച്ച് എന്തു വഷളത്തരം ആര് വിളിച്ചു പറഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും സഖാക്കൾ. ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാനാണ് ഈ 2 ബ്ലോഗർമാർ ചെയ്തിട്ടുള്ള ഈ 2 വീഡിയോയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇത്രയും ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.